ആ അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് പോരെ. ഇവിടെ ബാക്കിയെല്ലാം ഞാൻ ഏറ്റ് എല്ലാ സൗകര്യം ഞാൻ ചെയ്തു തരാം. നീ വാ. ശരിടാ, ഓക്കെ ഓക്കെ ശരി. ആര്? അബി. ഏതബി? ഇനി പണ്ട് എന്നെ മോഡലാക്കി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നില്ലേ? അപ്പോൾ ഓണത്തിന് ഇങ്ങോട്ട് വരണമെന്ന് അവർക്ക് ഫോട്ടോഷൂട്ട് ഇട്ടു. ഈ വീടും പരിസരവും എല്ലാം എടുക്കണം. പിന്നെ കുറെ കൊച്ചു പിള്ളേരുണ്ട് കൂടെ. ആണോ? എന്തായാലും നന്നായി. നന്നായില്ലേ? അതേ, ആ കയ്യിരിക്കണ ബാക്കി പൈസ ഇങ്ങോട്ട് വന്നേക്കെ. ഏത് പൈസ? കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നില്ലേ, അണ്ട് ബാക്കി പൈസ ഉണ്ടല്ലോ, അതിങ്ങോട്ട് തന്നേക്കാൻ. എടി അത് പച്ചക്കറിയും ഓണക്കൊടിയൊക്കെ വാങ്ങി തീർന്നില്ലേ? ഇനി നുള്ളി പറയ്ക്കുക അല്ല, 5-10 കാണാം, അത്രേ ഉള്ളൂ. ആണോ? 5-10 അല്ല, 2000 നോട്ടൊക്കെ ഞാൻ കണ്ടതാ. അപ്പൊ എല്ലാം കണ്ടുപിടിച്ചല്ലേ? കണ്ടുപിടിച്ചു. അതിന് തന്നേക്കാൻ. എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്റെ എന്റെ ഇരുന്നാലും എന്താ കുഴപ്പം? നിങ്ങളെ ഇരിക്കണേക്കാൾ നല്ലതാണല്ലോ എന്റെ കയ്യിൽ ഇരിക്കണത്. അതിനേക്കാൾ നല്ലതാണല്ലോ എന്റെ ഇരിക്കണത്. കൂടുതൽ കളിക്കല്ലേ, പൈസ എടുക്കാൻ. ആദ്യം ഇവിടെ വച്ചനം തോണ്ടി എടുത്തോളൂ. ഇവിടെ ഇരിക്കട്ടെ. ശരിയാവൂല, നനയ്ക്ക് അടുക്കുമ്പോൾ അടിച്ചു മാറ്റിക്കളയും, പിന്നെ തരയില്ല. കള്ള കൂട്ടം കൊണ്ടാ. എന്തിനാ എന്തിനാ എന്തിനു കരയണ? സോറി, ഞാന് നേരത്തെ എന്റെ കുട്ടിത്തെ ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറാത്ത തെറ്റാണ്, ഞാൻ അറിഞ്ഞില്ല. കുട്ടിത്തം? ഓ, നേരത്തെ കളിയാക്കിയോണ്ട, വഴക്ക് പറഞ്ഞോണ്ടാ? പോട്ടെ പോട്ടെ പോട്ടെ, ചെല്ല്. പോട്ടെ, കരണ്ട പോട്ടെ. കിട്ടിയില്ലടി, കിട്ടിയില്ല. പൈസ അടിച്ച മറ്റാണ് കേട്ടാ. പൈസ ഏത് പൈസ? എനിക്കെന്തിനാ നിങ്ങളെ പൈസ? അല്ലെ തന്നെ എനിക്ക് നിങ്ങളെ പൈസ ആവശ്യമുണ്ടോ? എന്റെ പൈസ ഇല്ലാത്ത പോലെ എന്റെ പൈസ ആദ്യമായിട്ട് കാണാ. അല്ലെ തന്നെ എനിക്ക് പൈസ ആവശ്യം എന്തത്? ഉറക്കത്തിൽ നീയൊക്കെ കിഡ്നി അടിച്ച് മാറ്റാൻ കൂട്ടങ്ങളല്ലേ അല്ലേ? ഉണ്ടോ അതിന് നിങ്ങക്ക്? അതുകൊണ്ടാ പണയം വെച്ചിട്ടുണ്ടാവും. ഇല്ല ഉണ്ടാകണമെങ്കിൽ എവിടെ കൊണ്ടുവച്ചാൽ തപ്പി എടുത്തോളൂ. അന്ന് കെട്ടിപ്പിടിക്കുക ചാപ്രാത്തലേ. അതിവിടെ വെച്ചാൽ ഇവിടെ ആദ്യം നോക്കൂ. വേണോന്നാ? എടുക്കണോന്ന്? എടുക്കും. ആലോചിച്ചിട്ട് എടുക്കുമ്പോ കൈ ആലോചിച്ചേ. ഇല്ല 2000 മതി. ബാക്കി 600 ഇരിക്കട്ടെ. മുഴുവൻ എടുത്തൂടെ? വെറുതെ അച്ഛനായിരുന്നു ചെലവായി പോകത്തുള്ളൂ. പാവല്ലേ, എന്തെങ്കിലും ചെലവൊക്കെ ഉണ്ടെങ്കിലോ. എടുത്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 2000 രൂപ തിരിച്ച് അച്ഛൻ്റെ പോക്കറ്റ് കൊണ്ടുവെക്കണതാണ് നല്ലത്.
ഇല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണം 2000 രൂപ കൊണ്ടുപോകും. അമ്മ അത് തന്നെയാണ് ഞാനും പറയുന്നത്. വെറുതെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന പൈസ എടുക്കണ്ടായിരുന്നു. എന്റെ അഭിപ്രായം അതാണ്. നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉച്ചക്കാലം കൊടുക്കണോണ്ട് തൊള്ളമണ്ട അടിച്ചു പൊട്ടിക്കും. അയ്യോ എന്റെ വായം പറ്റുവാണെങ്കിൽ ഞാൻ മിണ്ടായിരുന്നോളോ. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടമ്മ, സീരിയസ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ എന്തായാലും ഉറപ്പാണ് ഞാൻ ആ പൈസ അടിച്ചു മാറ്റുമെന്ന്. അതെ, അതുപോലെ തന്നെ അവൻ മുഴുവൻ പൈസ അടിച്ചു മാറ്റിയില്ലല്ലോ. 2600 രൂപ 2000 രൂപ എടുത്തു, 600 അവിടെ വെച്ചു. അമ്മ ഒരു മാതൃകയാവാണ് ചെയ്തത്. അമ്മ സീനാണമ്മ. ഇണ്ടാണ്ടിരിക്കണ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ടെൻഷൻ അടിക്കണേ. വിളിച്ചോണ്ട് പറഞ്ഞു ഒന്നും അറിയത്തില്ല. അച്ഛൻ വന്നാ ഇന്ന് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാട്ടാ. എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് ഏറ്റോളാന്ന്. നിനക്ക് എന്താ എത്ര ടെൻഷൻ? ഇന്ന് ഉറപ്പ് എന്തെങ്കിലും സംഭവിക്കും. ഞാനില്ല. അമ്മ എന്നെ വെറുതെ അടി ഉറപ്പായി. മനസ്സിലായി കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞോണ്ട് ആരും എന്റെ പുറത്തോട്ട് കയറിക്കളെ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ കുട്ടമ്പിളയുടെ മോളാ. അതാണ് വിളിച്ചത്. എന്തോന്നു പൈസ പൈസ ഇതിലുണ്ടല്ലോ. ഇല്ലേ? ഇല്ല, ഇതിലായിരുന്നു. ഇല്ലേ? അപ്പൊ നീ അല്ലേ പൈസ എടുത്തത്? പൈസ എന്തിന് എടുത്തത്? തരാനല്ലോ. എടുത്താ തരാല്ലോ. ഞാൻ എടുത്ത്. എന്താ കുഴപ്പം? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ തരാം. ആവശ്യമുണ്ടോ? എന്റെ പൈസ ഞാൻ നിന്റെ നേരം വാങ്ങിക്കാനാ? പൈസ എടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരുമല്ലോ. എന്നിട്ട് മോണ്ടിച്ചിട്ട് ബാക്കി 600 രൂപ ഗുണം അതിന്റെ അകത്ത് വെച്ചേക്കണല്ലേ നീ? അങ്ങനെ പറയുന്നത് ഭർത്താവിന്റെ കാശ് ഭാര്യ എടുക്കുന്നതിന് മോഷണം അതില്ലേ പറഞ്ഞു. ഭർത്താവിന്റെ കാശ് മോഷ്ടിക്കണേന്ന് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ഉണ്ടോ? അല്ല, അത് മാത്രല്ല, അച്ഛനിപ്പോ തൽക്കാലത്തേക്ക് പൈസ ഒന്നും ആവശ്യമില്ലല്ലോ. ഇരിക്കട്ടെ, അമ്മന്റെ ഇരിക്കട്ടെ, ചോദിക്കുമ്പോ തരുമല്ലോ. എടാ മുടിയാ നീയും കൂട്ടുന്നില്ലടാ. കഴുതപ്പല വളർന്നില്ലടാ. നിന്നെ കണ്ടടാ കൊച്ചു പിള്ളേരെ പഠിക്കില്ല. ഞാൻ പറഞ്ഞു. അല്ല കേശു, അല്ല കേശു പറയടാ. നീയോടാ കേശു? നാണല്ലടാ കൂട്ടത്തോടെ മോട്ടിക്ക് ഇറങ്ങാൻ. ഞാൻ നോക്കടാ കൂട്ട മോഷണത്തെ കേസ് കൊടുത്ത് നോക്കിയോ? എല്ലാത്തിനും അറസ്റ്റിലാക്കി. ഇറങ്ങി പോയി പടമെടുത്ത് വെക്കോ. പൈസ പടമെടുത്ത് വെക്കോ. ഇന്റെ പൊന്നു 2000 രൂപയ്ക്ക് വേണ്ടി ഭാര്യയും മക്കളെയും പടവലത്തേക്ക് നാണുണ്ടത്. അത് നിനക്കാണ് നാണല്ലോ പൈസ മേടിച്ചത്. അയ്യ നാണോ അമ്മടുത്ത് ഞാൻ അപ്പളെ പറഞ്ഞത് വേണ്ട വേണ്ട സത്യമായിട്ട് ഞാൻ ആദ്യമല്ലേ പറയുന്നുണ്ട് വേണ്ട, എടുക്കണ്ട, വേണോ വേണോ വേണോ. ആരെങ്കിലും വല്ല മുട്ടായി തൊണ്ട ബിസ്ക്കറ്റ് വെച്ച് കാണിച്ചാൽ ഞാൻ അപ്പുറം പണ്ട് കാണിച്ചാണ്. ഇത് പിള്ളേരെ പറയണത് പോട്ട്, അത് കൊച്ചു പിള്ളേരെന്ന് പറയാം. ഇത് കഴുത പോലെ വളർന്നില്ലടാ. നീ പൈസ മേടിച്ചാടാ. അപ്പോഴും വിചാരിച്ചത് ഈ വർഷം കൊറോണ മുക്കാലുണ്ട്. ഇതിപ്പോ ഇത് കാരണം ഓണം പോയി തോന്നുന്നത്. എന്നോട് അഭിനയിക്കല്ലേ? അഭിനയിച്ചോണ്ടല്ല ഞാൻ മുട്ട അടിച്ച് പുള്ളിയെത്തി കഴുത വളർത്തിരുത്തും. ഉള്ള കാര്യം ഞാൻ പറയാം. നീ എന്താണ് ഇത് കുറുക്കി കളിക്കണം? പൈസ പൈസ തരൂല. തരുമോ കുഞ്ഞു? പൈസ തരുമോ? അറിയാമോ അവിടെ വെച്ചെങ്കിലെന്ന്? മക്കൾ എടുത്തോണ്ടോ? പൈസ കൊണ്ടുവരുമോ? എന്റെ പൊന്നു മകൾ എടുത്തോണ്ടോ? പെട്ടെന്ന് പെട്ടെന്നോ കണ്ടാ ഒന്നെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. അയ്യോ മക്കളെ പെട്ടെന്ന് വാ. എടീ ബാഗിന് വെച്ചിരുന്നില്ലടി. പേരും കള്ളി. പൈസ മക്കളെ അച്ഛന്റെ പൈസ കണ്ടടാ. കണ്ടാ നിന്നൊക്കെ വളർത്തി വെറുതെ കണ്ടോ എന്റെ തക്കര പൈസ. അത് തന്നെ അവളുടെ പൈസ. പോക്കറ്റ് ബുക്ക് വാങ്ങിട്ട് ബാക്കി വരും. എത്ര കൈ അടിച്ചിട്ടില്ലേ? നീ ആരെ വിളിച്ചോണ്ട്? ഞാൻ നമ്മളെ ഇവനെ വിളിച്ചോണ്ടിരുന്നു, നവാസിനെ വിളിച്ചോണ്ടിരുന്നു. അവനൊന്നും കമ്പനി വിടാറായില്ലേ ഇതുവരെ? അവളോട് നമ്മളെ കഞ്ഞി കുടിച്ച് പോകണേട്ടാ. പിന്നെ അവൻ അതിന്റെ വീട്ടിൽ അരി വാങ്ങിച്ചോണ്ട് വന്നത്. ജംഗ്ഷൻ അവന് ചായ ഒക്കെ നീ വാങ്ങിച്ചു കുടിക്കുമല്ല. എടാ അത് വിട്, എനിക്ക് വേറെ അത്യാവശ്യം കാര്യമാണ്. ഞാൻ പോട്ട്. എവിടെ പോണു? എടാ പറഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പിന്നെ സിംഗപ്പൂർ പോണെന്ന്. എവിടെ? സിംഗപ്പൂർ തിരിച്ചു പോകണം. സിംഗപ്പൂരാ? ഓ നീ 3 മാസം ആയില്ലല്ലോ അവിടെ പോയിട്ട് വന്നിട്ട്. പിന്നെ എടാ അതല്ലേ പറയണത്, അവിടെ പറഞ്ഞാൽ കേൾക്കണ്ടേ? വെറുതെ പൈസ ചിലവും പരിഹാസവും സമയം കളഞ്ഞ് എല്ലാം കളഞ്ഞ് നിൽക്കണം. ഞാൻ പറഞ്ഞ അവളെ പുഷ്പലത അവക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ നേരിട്ട് കാണണമെന്ന്. എന്തിനാണെന്തോ ഫോട്ടോ എടുത്ത് അയച്ചോറാ അല്ലെങ്കിൽ വീഡിയോ കോൾ വിളി. എടാ എല്ലാം ചെയ്യാൻ എന്നാലും പെണ്ണുങ്ങളല്ലേ, അവക്ക് എന്നെ നേരെ കിട്ടണമെന്ന്. അവരെ മനസ്സല്ലേ പിടിച്ചാ പിടി കിട്ടില്ലെന്ന്. എടാ ഈ വെള്ളിയാഴ്ച ഇറങ്ങി അടുത്തല്ലേ ഇനി പേപ്പർ ടിക്കറ്റ് ശരിയാവണ്ടേ? എടാ ഈ വിസ ഇപ്പൊ 1 വർഷത്തേക്ക് ഉണ്ട്. ടിക്കറ്റാണ് പ്രശ്നം. സംഭവം ഇത് പിന്നെ ഇതിപ്പം സീസൺ ആണല്ലോ, അപ്പൊ ആൾക്കാർ ഇവിടെ ഒരു പോകണം. അതൊരു ദിവസം ഇല്ല. എടുത്ത പൈസ കുറെ പോകട്ടെ. അത് പറഞ്ഞ അവിടുത്തെ മനസ്സിലാവണ്ട. അവിടുത്തെ പറഞ്ഞ് ഇപ്പൊ പറഞ്ഞില്ല, അവള് പറഞ്ഞില്ല അവള് ഇപ്പൊ എത്തിയേ പറ്റുള്ളൂ.
ഒക്കെ എന്താ കുഴപ്പം? അങ്കിളെ ഡേയ് എന്താണ് ടൈം കെട്ടിയോടെ പോണത്? ജീവിച്ച് പൊക്കോട്ടെ, സമയമായി ഓഫീസിൽ പോവാൻ. എന്നാ പിന്നെ വിട്ടോ, കാണാം നമുക്ക്. കാണാം. ഡേയ് നീ ഇരിക്കണം. ഈ മാസം അടുത്ത മാസം ഈ മാസം ഞാനിവിടെ കാണൂല, അടുത്ത മാസം പ്ലാൻ ചെയ്യാം. അടുത്ത മാസം ഓക്കെ. പിന്നെ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ഒരു തട്ടയുടെ ഫ്രണ്ട് ഉണ്ടാവും. ഞാൻ അവിടെ വരാം. നിങ്ങൾ 5:30 എത്തോ? എത്തും. 5:05. ഓക്കെ, ബൈ 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 ബൈ. ആടെ പോട്ടെ. ഞാൻ വൈകുന്നേരം അവിടെ കാണും തട്ടിയുടെ ഇവിടെ. മറ്റേ തമിഴിന്റെ തട്ടുകടയിലടാ, അവിടെ നല്ല ബജിയെ കൊണ്ട് ചൂട് ബജി. അപ്പൊ പിള്ളേർ വരുമ്പോഴേ ഞാൻ വിളിച്ചു നിർത്തിയിട്ട് വരാ ബജിയും ചായ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. പാവം. നീ അമരനെ വാങ്ങിച്ചു തിന്നണമെന്ന് പറയടാ. എടാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടേ, നീ ഒന്ന് ചുമ്മാ അല്ലേ. ഞാൻ പോട്ടെ, സമയമാണ്, അത്യാവശ്യ കാര്യം കിടക്കണ്ട. പിടിച്ചു നിർത്തിയിട്ട് നിന്റെ വള 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 വളന്ന്. അല്ല അത് പോട്ട്, നീ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞത്. എവിടെ അവിടെ കാണാൻ വല്ലപ്പോഴും ഇരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാൻ, നീ എന്നെ തുറച്ചടിക്ക് ഇല്ലാതാക്കി. ഇതിനെ ചെറുക്കനെ കൂടെ ഇല്ലാതാക്കിയാണല്ലോ സോമാറും. ഓടാ നിന്റെ ചെറുക്കനാണ് കേട്ടാ. നമ്മളെ മേലെ വേറെ പല ഇടപാടും കാണും. നീ വിളിച്ചതിന്റെ കാര്യം പറ ആദ്യം. നമ്മളതിന് കാര്യം പറയണം. നമ്മളെ കടയിൽ പോയി സാധനം മാറ്റി ജോലിക്ക് വേണ്ടി തണ്ടി കിടക്കണം. നമ്മൾ നീ സൂചിക്കടാ. സിംഗപ്പൂർ, മലേഷ്യ പോട്ടടാ. എന്റെ സമയോടെ നീ വരണ. ഞാൻ വേണം. ഞാൻ ഇപ്പൊ ജംഗ്ഷനിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. ജംഗ്ഷനിൽ പോണ കാര്യമല്ല, ഇങ്ങോട്ട് വാടാ. എന്ത് പറ? സിംഗപ്പൂർ പറഞ്ഞ ഇത് സിംഗപ്പൂർ പറഞ്ഞാന്ന്. ഞാനാ എടാ സിംഗപ്പൂർ പറഞ്ഞാ നീ പറയാണോ? സിംഗപ്പൂർ സിംഗപ്പൂർ ചിരിക്കണ പറഞ്ഞ കാര്യം ചോദിച്ചാണ് ഞാൻ. ഞാനാ എടാ പറഞ്ഞാ. ചുമ്മാ കളിക്കല്ലേ. ഞാൻ ഒരു അരമണിക്കൂർ നിന്നെ വിളിക്കും, നീ ഫോൺ എടുക്കണം. ഞാൻ അരമണിക്കൂർ നിന്നെ വിളിക്കും, നീ ഫോൺ എടുക്കണം. ഓണക്കെടുക്കാം. ഞാൻ വിളിക്കാം. ചെല്ല് ഓ ഞാൻ വിളിക്കാം. എടാ പിട്ടാ അവിടെ ഞാൻ അവിടെ ആയിപ്പോയി. അതല്ലേ അങ്ങനെ പറഞ്ഞത്. ഇവിടെ നീ എന്താണ് വിളിച്ച് പറഞ്ഞത്? ഇവിടെ ജീരുവിൻ്റെ അടുത്തല്ല നീ വിളിച്ചത്. ഞാൻ വല്ലതും പറഞ്ഞു, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വല്ലതും വിളിച്ച് പറയും. അറിയാലേ? അതുകൊണ്ട് ഇത്ര കാണാതെ കാണൂടാ പൊട്ടാ. കാര്യം എന്താ? എന്തൊരു മറ്റേ കാര്യം എന്തായിരുന്നു? മറ്റേ കാര്യം നിന്റെ പെണ്ണുപിള്ളേടുത്ത് പോണ കാര്യം എന്തായിരുന്നു? എടാ അത് പറയാനേ ഞാൻ വന്നത്. ഞാൻ പുഷ്പയെ വിളിച്ച്. അപ്പം അവള് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു നീയും കൂടെ പിന്നെ പറഞ്ഞ കാര്യം പറഞ്ഞ് ബാലുവിനോട് പറഞ്ഞ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുഷ്പം എന്ന് പറഞ്ഞു. പുഷ്പല എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞ് പിന്നെ അണ്ണൻ വരയല്ലേ ബാലുവണ്ണം വരയല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു. അവളങ്ങനെ പറയുള്ളൂ. എന്നെ വലിയ കാര്യമാണ്. അതെ അത് വിട്. എടേ ചെന്ന അടിപൊളിയാണ് കാര്യം. പാല് അവള് കാണുന്ന ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, ഇരുന്ന് അടിക്കാം, ഒരു പ്രശ്നമില്ല. സ്കോച്ച് ഉണ്ടാ ഒരു പ്രശ്നമില്ല. അടിക്കാമോ? പിന്നെന്ത് ഇവിടെ അവിടെ ഒന്നും പറയാനൊന്നുമില്ല കാര്യം. അവക്കറിയാലോ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകണമെന്ന്. പിന്നെ നീ മാട്ടാടിയാണെന്ന് അവർക്ക് അറിയാല്ലേ. നീ പറഞ്ഞു ഞാൻ അവളോട് എടേ ആ ഗ്യാസ് വിട്. ഇനി വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം സമയമില്ല, നിനക്ക് വിസ എടുക്കണം ഒന്ന്. പിന്നെ ഇനിയിപ്പോൾ ദിവസങ്ങളില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ വിസയ്ക്ക് അധികം ആവൂല കാര്യം 10-12 രൂപ ആവുള്ളൂ. പിന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഒരു 10-64 എല്ലാം കൂടെ 10-75 രൂപ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെയാണ്. പിന്നെ അക്കോമഡേഷൻ ഫുഡും അവിടെ ആണല്ലോ. അതും കൂടെ പുറത്താണെങ്കിൽ നമ്മൾ തള്ളിപ്പോയി. പിന്നെ ഇതിപ്പോഴേ നീ 70,000 രൂപ എന്നെ സിംഗപ്പൂർ കൊണ്ടുവന്ന് അറിയുമ്പോഴേ നീരും പിള്ളേരും ചെട്ടും കേട്ടാ. ഞാൻ പോണം. പിന്നെ എടാ നിന്റെ അടുത്ത് എപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്റെ പൈസ മുടക്കി എന്റെ ഭാര്യ കാണാൻ നിന്നെ കൊണ്ട് പോവാന്ന്? പിന്നെ 70,000 ഞാൻ മുടക്കണോടാ? അല്ല ഞാൻ മുടക്കാം. എടാ പൈസ മുടക്കി വേണമെങ്കിലേ എനിക്ക് ഇഷ്ടപ്പെട്ട ബന്ധുക്കളോ ഞാൻ വിളിച്ചാൽ എന്നെ അപ്പം കൊണ്ടു പറയാ. എടാ നിന്നെ ഞാൻ ഫ്ലൈറ്റ് കയറ്റല്ലേ? അയ്യോ കൊച്ചു പിള്ള നീ എന്നെ വിളിച്ചാൽ സിംഗപ്പൂർ വേണം പറയാറുണ്ട്. പിന്നെ പറഞ്ഞേ പോടെ. ആ പോണു. എടാ നിൽക്കുക നീടോ പൈസ ഒരു പിന്നെ വിസേര പൈസ പിന്നെ ബാക്കി കുറച്ച് പൈസ 25 രൂപ ഞാടാ. ബാക്കി 50,000 പറ്റുമോ? 50 രൂപ ഞാൻ ഇടണോ? പറ്റൂല. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ ബാലു, ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഭൂമിയിലെ മറ്റൊരു സ്വർഗ്ഗമാണ്. ഇത് അവസാനത്തെ അവസരമാണ്. ലക്ഷക്കണക്കിന് രൂപ ആവണ കേസാണ്. ഇതെല്ലാം പുഷ്പലതയായിട്ട് അളിയാ വേണമെങ്കിൽ ഇപ്പൊ പിടിച്ചാ ഒത്തു പോവാം, ഇല്ലെങ്കിൽ നടക്കൂല. അളിയാ അവിടെ പോണ ലക്ഷക്കണക്കിന് പൈസ ആവും. എങ്കിൽ അത് ആദ്യം ഒരു 70,000 പുഷ്പലത മുടക്കാൻ പറഞ്ഞ എന്നെ കൊണ്ടുപോകാൻ പറ. എടേ പുഷ്പലത ഞാനല്ലേ കിട്ടിക്കുന്നത്. ഞാൻ വല്ലം വിളിച്ചു പറയാം പോതി നിന്നെ കൊണ്ടുപോകാൻ പോണു 70,000 കൂടെ. ഞാൻ ഒരു പ്രതിസന്ധിയിലാണ്. എൻ്റെ ഭാര്യയും മക്കളും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 50,000 രൂപ എനിക്ക് തരാൻ പറ്റും. എന്ത് പ്രതിസന്ധിയാ? അല്ല പ്രതിസന്ധി എന്നങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സ്വപ്നമാണ്. നടന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും, നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ ആകെ തകർന്നു. അല്ല കാര്യം പറയുമായിരുന്നെങ്കിൽ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്, ഭയങ്കര ഓഫർ. ഇനി ഇതുപോലത്തെ അവസരം ജീവിതത്തിൽ വരില്ല. അതുകൊണ്ട് എനിക്ക് 50,000 രൂപ നിങ്ങൾ തന്ന് സഹായിക്കും. എന്തെങ്കിലും ബിസിനസിന്റെ പറയണം. 50,000 രൂപ എടുത്ത് ഇതിൻ്റെ കപ്പലിനെ വാങ്ങിക്കാനാ. കാര്യം എന്തെന്ന് പറയുന്ന ഒരു വിദേശ യാത്ര പോകുന്നു. അതിനുവേണ്ടി ഒരു 50,000 രൂപ നിങ്ങൾ തന്ന് സഹായിക്കണം എല്ലാവരും. വിസ എന്നെ കൊണ്ടുപോയി തരും. ടിക്കറ്റിന് 75,000 രൂപ. ഞാൻ 50,000 കൊടുത്താൽ മതി. പിന്നെ അവിടെ താമസ സൗകര്യങ്ങൾ, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ. അതും ലക്ഷക്കണക്കിന് രൂപ ആവും. എന്നാൽ അവിടുത്തെ ആൾക്കാർ എല്ലാം ചെയ്തോളും, പ്രശ്നമല്ല. ഓ സെന്റിമെന്റ്സ് യാത്ര നടക്കൂല. വേണ്ട വളർന്നു അത് വിട്. മക്കളുടെ പറ്റി മക്കളെ മാറിയില്ലേ മുടിയാ ഞാൻ അച്ഛനെ സഹായിക്കില്ലേ? സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 5,000 6,000 6,000 ഉണ്ടല്ലോ. ബാക്കി 4,000 കിട്ടും 10,000. അത് ഓക്കെ. അങ്ങനെയല്ല, അത് തീരുമാനിച്ച്
ആ ഞാൻ സിദ്ധുവിനെ സിദ്ധുവിനെ വിളിക്കണ്ട. അച്ഛന് 10,000 രൂപയല്ലേ, അത് ഞാൻ തരാം. ഓക്കെ. പക്ഷെ പലചരക്കിന് വേണ്ടിട്ട് ഞാൻ 5,000 വെച്ച് തരാറില്ലേ, അത് ഞാൻ അടുത്ത മാസം തരൂല കേട്ടോ. അതെങ്ങനെ ശരിയാവുക? പലചരക്ക് പുല്ല അങ്ങ് പോട്ട്, യാത്രയാണ് വലുത്. പിന്നെ നീലേ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലില്ലാതെ പറഞ്ഞ് ഓടി തുടങ്ങിയ ജീവിതാവസാനം മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് 5-ന്റെ നയ പൈസ നിനക്ക് ഞാൻ തരാൻ പോകില്ല. നിന്റെ ബാങ്കിൽ പൈസ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിപ്പോൾ ഈ കാശ് തരാണ്ടിരുന്ന എനിക്കിവിടെ മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കാശ് തരുമ്പോൾ എനിക്ക് അറിയണമല്ലോ എന്തിനാണ് തരണേന്ന്. അതുകൊണ്ട് എന്തിനാണ്, ഏതിനാണ്, ആരുടെ കൂടെയാണ് പോണേ, എവിടെയാണ് പോണേ, എല്ലാം വിശദമായിട്ട് പറയണം. സിംഗപ്പൂർ പോകുന്നു ഭാസിയുടെ കൂടെ. എന്താ ബാസികളുടെ ഇതോടെ പോ. നിങ്ങളുടെ തലയ്ക്ക് ഓളോ? അവിടെ പുഷ്പലതയുണ്ട് അവൻ്റെ ഭാര്യ, അവരാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 75,000 രൂപ ടിക്കറ്റ് 50,000 കൊടുത്താൽ മതി, വിസ എടുത്ത് തരും. അവിടെ താമസം, അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ. അതിന് ലക്ഷങ്ങളാവും. എന്ത് നിങ്ങളാരും പേടിക്കണ്ട, എവിടെ പോയാലും ഭാര്യ തിരിച്ചെത്തിയിരിക്കും. അത് പിന്നെ അച്ഛൻ പൂച്ചയുടെ ജന്മമല്ലോ, എവിടെ കൊണ്ട് വിട്ടാലും തിരിച്ചും വരുമല്ലോ. ശരിയാടാ, കറക്റ്റ് പൂച്ചയാ. എങ്ങനെ വീണാലും 4 കാലച്ഛൻ വീഴത്തുള്ളൂ. എന്തായാലും അച്ഛനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. പുതിയ സിനിമയ്ക്കുള്ള ത്രെഡ് കിട്ടി. മണ്ടന്മാർ സിംഗപ്പൂരിൽ ടൈറ്റിലുള്ള അല്ലേ? Time is not over. ഇത് കുറച്ച് ഓവർ അല്ലേ? ഹായ് ദിലു, എന്താ നോക്കുന്നേ? അല്ല, നല്ല സ്ലിം ആയിട്ടിരിക്കുന്നു ഇതിട്ടപ്പോ. This is your children? This is അച്ഛൻ അത് പൊളിച്ചല്ലോ അച്ഛാ. Don't touch buffalo. പോത്താ അച്ഛാ. You both buffalo. Okay. തോന്നും തോന്നും അല്ലേ? ഇതിലെ ബാസേനെ വിളിച്ചായിരുന്നോ? ഭാഷയുടെ ഇന്ന് രാത്രി മൊത്തം ചാറ്റിംഗ് ആയിരുന്നു വാട്സപ്പിലൂടെ. കാരണം സിംഗപ്പൂർ ചെന്നിട്ട് നമുക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചാറ്റ് ചെയ്ത് കുറയിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാം. അവിടെ മക്കളെ കേശു, നീ പാലുവാക്കി പോകുമ്പോഴേ അവൻ്റെ അടുത്ത് പറയണേ ഞാൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞേ. അവൻ 10 രൂപ പറയൂടാ. പിന്നെ പറയുന്ന കടയിലും പറയണം. എടാ നീ ഒരു ഓഫീസിൽ പറയണേ. മകളെ സ്കൂളിൽ പോയി പറയണം. നീ സുധീനെ വിളിച്ച് പറ. നീ പറയുന്നത് കുട്ടമ്മളെ വിളിച്ച് പറ. നാളത്തെ പത്രത്തിൽ ഇട്ടേക്കാം. കുട്ടമ്മളെ വിളിച്ച് പറ കേട്ടാ. പോട്ടാ വെളി പുറത്തിറങ്ങി നിൽക്കടാ. 10 രൂപ കാണണ്ട്. ബാ ഓളൂ ബാ. ഓക്കെ ഓക്കെ. ചെന്നിട്ട് വേറെ പരിപാടിയൊന്നും ഒപ്പിക്കരുത്. ഒപ്പിച്ചോണ്ടിരിക്കും. ഒപ്പിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പുഷ്പലതയെ വിളിച്ചോളാം. കേശു കമൺ. ഇത് ചേ. കേശവ്. ഓ വിളിക്കും. അതെ, സിംഗപ്പൂർ പോലത്തെ റോഡ് സ്മൂത്ത് അല്ല, ഇവിടെ എല്ലാം പപ്പടി കുണ്ടും കുഴി, അതിന്റെ ടയർ പോകും. കമോൺ. അച്ഛോ അവിടെ ചെന്ന് ചുറ്റിക്കറങ്ങി ലാസ്റ്റ് വഴിയേറ്റരുത് കേട്ടാ. 15 വയസ്സായിട്ടാ. നീ പാൽക്കൂടെ പോയി പറടാ. ആഹാ, കോട്ടും സംസാരവും തമ്മിൽ നല്ല ചേർച്ച. താങ്ക് യു. നോ മെൻഷൻ. അച്ഛാ ബാസ്യങ്ങളെ വിളിയച്ചാ. ബാസിയാണ് ജംഗ്ഷനിൽ പോയിക്കല്ലേ, അവൻ ടാക്സി വിളിച്ചോണ്ട് വരും. അവൻ എല്ലാ കാര്യവും അറേഞ്ച് ചെയ്യും. അല്ല അച്ഛാ, അച്ഛൻ എന്തിനാ നടക്കുന്നേ? ഷൂസ് ടൈറ്റ്, ഇത് കുറച്ച് നടക്കുമ്പോൾ ലൂസ് ആവും. അച്ഛൻ സൂട്ട് വാങ്ങിച്ചതാണാ? എനിക്ക് വേണം വാടക എടുത്തേ. ദിലു, ഞാൻ പോയിട്ട് വരുമ്പോൾ നല്ല ലിസ്റ്റ് വരെ പൈസ കൊടുത്ത് റെഡി ആയിക്കണം. വാടക എടുത്തല്ലേ, നല്ല പൈസ ആവും. അച്ഛാ സമയം വൈകിച്ച വിളിച്ചു നോക്ക് ബാസ്യങ്ങളെ. ശരിയാണല്ലോ. അയ്യോ സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫാ? ചിലപ്പോ ചാർജ് എല്ലാം ചെയ്യാൻ മറന്നുപോയി കാണും. ഇത് ഇന്നലെ മൊത്തം രാത്രി മൊത്തം ചാർജ് ചെയ്തോണ്ടിരുന്നു. ചിലപ്പോൾ അങ്ങനെ ചാർജ് പോയി കാണും. അതായിരിക്കും. അച്ഛൻ പേടിക്കാണ്ടിരിക്കേ. ഇവിടെ നീ ഒരു കാര്യം ബാസ്യങ്ങൾ വീട്ടിൽ പോയി നോക്കിയത്, കാരണം ഓൾറെഡി ടൈമായേ. ടെൻഷൻ അടിക്കണ്ട, വരും, വീട്ടിലുണ്ടാവും. ഇല്ല അവിടെ ഇല്ല, ബാസ്യങ്ങൾ ഇവിടെ പൂട്ടി കിടക്കണ്. അത് ഒരു കാര്യം, പുഷ്പലത ആന്റീനെ വിളിക്ക്. പുഷ്പലത ആന്റീനെ വിളിക്ക്. ഫ്ലൈറ്റ് കയറണമെന്ന് വിളിക്കാന്നല്ലേ പറഞ്ഞേ. അങ്ങനെ പോകൂല. വേറെ എവിടെ പോലും. ഹലോ പുഷ്പലതേ, തിരക്കിലാണോ? ഡ്യൂട്ടിക്ക് പോകണം. ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചത്. അതെ, ഈ ബാസണ്ണൻ വീട്ടിലില്ലേ? വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല, സ്വിച്ച് ഓഫ് ആണ്. ഓ അത് ശരി.
ഞാൻ വിളിക്കാം കൂടെ ഇപ്പൊ വിളിക്കാം എന്ത് പറഞ്ഞത്? ബാസിനെ ഇന്നലെ രാത്രിത്തെ ഫ്ലൈറ്റിന് സിംഗപ്പൂർ എത്തിയെന്ന്. അയ്യോ എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ മൊത്തം വാട്സാപ്പ് ചാറ്റ് ചെയ്ത് സിംഗപ്പൂരിൽ നിന്നായിരുന്നു. വിളിച്ചിട്ട് എന്ത് പറയാൻ ഇനി? അച്ഛന്റെ കാശ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സിംഗപ്പൂർക്ക് പോയി. ഞങ്ങളുടെ പിന്നെ വിസ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അയച്ച വിസ അത് ബാസ്യങ്ങളുടെ വിസ തന്നെ. ആ വിസേനകത്ത് അച്ഛന്റെ പേര് ആരെ കൊണ്ട് എഡിറ്റ് ചെയ്ത് കയറ്റി ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്. ബാലു, നിങ്ങളുടെ ടിക്കറ്റിന്റെ പൈസക്ക് ബാസിയണ്ണൻ അങ്ങോട്ട് പോയി. നിങ്ങൾ അവനെ ചതിച്ചല്ലേ? അവൻ ചതിച്ചാണല്ലേ? അവൻ വരട്ടിഞ്ഞ് അവൻ വന്ന ഞാൻ ജയിലാണ്. നോക്കിക്കോ പോന്നെ പൊട്ടി ദുഷ്ടായി. എടി ഞാൻ ഇന്നലെ മൊത്തം അവിടെ ചാറ്റ് ചെയ്താണ്. ഞാൻ നല്ല ഉറക്കം പറഞ്ഞു. ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാൻ വിചാരിച്ചാണ്. ഇതെല്ലാം കൂടെ ചതിക്കണത്തിന് പറ്റിയ അച്ഛൻ തന്നെ എടുത്താൽ മതി.